നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിനായി മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര സർവേ ജയസാധ്യതയുള്ളവരെ മാത്രമായിരിക്കും പരിഗണിക്കുകയെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി മുന്നറിയിപ്പ് നൽകി. പി.എം.എ. സലാം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി മത്സരരംഗത്തുണ്ടാകുമെന്ന് ഉറപ്പായി. മുതിർന്ന നേതാവ് എം.കെ. മുനീറിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിന് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചുമതലപ്പെടുത്തിയിരുന്നു. ഉന്നതാധികാര സമിതി അംഗങ്ങളുമായി കൂടിയാലോചിച്ച ശേഷം സാദിഖ് അലി തങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. പി.എം.എ. സലാം മത്സരിക്കാനിറങ്ങിയാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റൊരാളെ പരിഗണിക്കും. യുവാക്കളായ 3 പുതുമുഖങ്ങൾക്ക് പട്ടികയിൽ ഇടം നൽകും. ദേശീയ സെക്രട്ടറി ജയന്തി രാജന് പുറമെ ഒരു വനിത കൂടി ഇക്കുറി മത്സരത്തിനുണ്ടാകും. ഫാത്തിമ തഹലിയ, സുഹറ മമ്പാട് എന്നിവർ പരിഗണനയിലാണ്. ആരോഗ്യ പ്രശ്നങ്ങളുള്ള മുതിർന്ന നേതാവ് എം.കെ. മുനീറിന് സീറ്റ് നൽകുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. 3 ടേം വ്യവസ്ഥ പൂർത്തിയാക്കിയവരിൽ എത്ര പേർക്ക് ഇളവ് നൽകണമെന്ന കാര്യത്തിലും അന്തിമ തീരുമാനം ആയിട്ടില്ല. കെ.എം. ഷാജി, പി.കെ. ഫിറോസ് തുടങ്ങിയവരുടെ സീറ്റ് സംബന്ധിച്ചും ധാരണയായില്ല. ഇരുവരുടെ പേരുകളും കൊടുവള്ളിയിൽ പരിഗണിച്ചിരുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.